കഴിഞ്ഞ ദിവസം വയനാട്ടില് ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്ന ഒരു ചടങ്ങുണ്ടായി. 178ഓളം കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ വീട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് അധികം വൈകാതെ തന്നെ വീട് നൽകും എന്നതാണ് സർക്കാരിന്റെ നയം. സർക്കാർ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിലധികമായിട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ പുറകെയാണ്. രാവും പകലും ഇല്ലാതെ 12,000-ഓളം ജീവനക്കാര് അവിടെ ആ വീടും ആ സ്ഥലം, അതായത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു ഏരിയ മുഴുവൻ വീടും ആശുപത്രിയും സ്കൂളും അങ്ങനെ തുടങ്ങിയ ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. അപ്പം അതിൽ 178 വീടുകൾ കഴിഞ്ഞ ദിവസം അർഹതപ്പെട്ട ആളുകൾക്ക് ലോട്ട് എടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ടായി. അപ്പൊ ആ ചടങ്ങ് കഴിഞ്ഞ ദിവസം വലിയ ഒരു ചടങ്ങായിട്ട് തന്നെ വയനാട്ടിൽ ഈ പറഞ്ഞ ടൗൺഷിപ്പിനകത്ത് തന്നെ ഒരു വലിയ വേദി കെട്ടി ഒരു സദസ്സിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയാണ് ഈ താക്കോൽദാനം കൈമാറിയത്. അപ്പോൾ അതിൽ ആ ചടങ്ങിൽ മുഖ്യമന്ത്രി കൂടാണ്ട് മന്ത്രിമാര് പങ്കെടുത്തിട്ടുണ്ട്, MLA മാര് പങ്കെടുത്തിട്ടുണ്ട്, അവിടുത്തെ ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിട്ടുണ്ട്, അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറി മുതൽ അവിടെയുള്ള ജനപ്രതിനിധികൾ വരെ സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ഭവന പദ്ധതിയിലേക്ക് എത്തിയത്, ഈ ഭവന പദ്ധതി ഇത്രയും വലിയ ഒരു സംഭവമാക്കി മാറ്റുന്നതിന് അവർ നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ആ പരിപാടിയിൽ അവർ മുഖ്യമന്ത്രി ഉൾപ്പെടെ എടുത്തു പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന സർക്കാർ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് പദ്ധതികൾ വേണ്ടിവരിക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് യാതൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ മുതൽ പൊതുസമൂഹത്തോട് സംസ്ഥാന സർക്കാർ ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി എന്നുള്ളതാണ് വസ്തുത. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ആ സ്ഥലം MLA ആയിട്ടുള്ള T സിദ്ദിഖ് സംസാരിക്കാൻ വന്നപ്പോൾ കൂവി വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പൊതുജനങ്ങള് അവരുടെ MLA ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ സംസാരിക്കാൻ വരുമ്പോൾ കൂവി വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T സിദ്ദിഖെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിന് അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കൂവി വിളിക്കേണ്ടതാണ് എന്നുള്ളത് ആ സമൂഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെ കൂവി വിളിച്ചത്. ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെ കൂവി വിളിച്ചത്. എന്താ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ദുരന്തബാധിതരെ ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. ഏതാ ഞങ്ങൾ തറക്കല്ലിടുന്നത്. അതായത് ഈ പരിപാടി നടക്കുന്നതിന്റെ തലേ ദിവസം പോലും ഈ പരിപാടിക്ക് പാര വെക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ കൂവി വിളിച്ചത്. ഇനി നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അതായത് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ നിങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തത്. എന്താണ് ഈ പറഞ്ഞ ചൂരൽമല ഈ ഉരുൾപൊട്ടലുണ്ടായ ഘട്ടത്തിൽ കോൺഗ്രസ് എടുത്ത നടപടി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ദുരിതാശ്വാസ നിധിയിലേക്ക് 5 പൈസ ആരും നൽകരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ KPCC പ്രസിഡന്റ് അല്ലേ, K സുധാകരൻ ആയിരുന്നല്ലോ അന്ന് KPCC പ്രസിഡന്റ്, ആരും നൽകരുത് എന്ന് പറഞ്ഞു. ഇന്നലെ ഏറ്റവും രസകരമായ ഒരു കാര്യം VD സതീശന്റെ പ്രസ്താവനയാണ്. VD സതീശൻ പറഞ്ഞത് ഞങ്ങളുടെ കൂടെ പങ്കതിനകത്തുണ്ട്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ VD സതീശ നിങ്ങൾ ഇതിന് മറുപടി പറയില്ലായിരുന്നു. ഞങ്ങളുടെ കൂടി പങ്കതിനകത്തുണ്ട്. T സിദ്ദിഖിനെ പൊതുസമൂഹം കൂവി വിളിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറയണം. നാട്ടിൽ നടക്കുന്ന എല്ലാ ഗർഭത്തിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ആളല്ല കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അതിനി പിണറായി വിജയനായാലും ശരി, ഇനി വേറെ ആരായാലും ശരി, നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മയുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു വസ്തുത VD സതീശൻ മനസ്സിലാക്കണം. പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങളുടെ കൂടി പങ്ക് ഈ പറഞ്ഞതിനകത്തുണ്ട് എന്ന് പറഞ്ഞത്? VD സതീശൻ ആർജവുമുണ്ട് എങ്കിൽ VD സതീശൻ കേരളത്തിന്റെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തതിന്റെ കണക്കൊന്ന് കാണിക്കാമോ? VD സതീശനെ കൊണ്ട് സാധിക്കുമോ? തെളിവ് സഹിതമാവെന്ന് കാണിക്കാൻ സാധിക്കുമോ? പറ്റില്ല. കാരണം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്, അണികളോടും സാധാരണക്കാരായ ആളുകളോടും പറഞ്ഞത് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്നാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഉപയോഗിക്കില്ല, അത് അവരടിച്ചു മാറ്റും എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾ കുറെ ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പ് വഴി നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചു. നിങ്ങൾ പിരിച്ച പൈസയുടെ കണക്കുണ്ടോ? ഈ പൊതുസമൂഹത്തോട് നിങ്ങൾ കണക്ക് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് പിരിച്ച, നിങ്ങൾ ആപ്പ് വഴി പിരിച്ച 1 രൂപയുടെ കണക്ക് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞില്ല. യൂത്ത് കോൺഗ്രസിന്റെ വേറെ പിരിച്ചിട്ട്
അത് മാങ്ങാണ്ടി കൊണ്ടുപോയി എന്നുള്ള കാര്യം വേറൊരു സത്യം. കാരണം ഇനിയിപ്പോൾ ഇവർക്ക് മാങ്ങാണ്ടി കൊണ്ട് കണക്കി വയ്ക്കാൻ പറ്റൂല, മാങ്ങാണ്ടി ആ പൈസയും കൊണ്ടുപോയി, കാരണം മാങ്ങാണ്ടി പുറത്താക്കിയല്ലോ. അപ്പോൾ വി ഡി സതീശനോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് വഴി വന്ന പൈസയുടെ കണക്ക്, നിങ്ങൾ ഇതിനിടയ്ക്കൊരു വാർത്താ സമ്മേളനം ഒരു മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നതിനകത്ത് പറയുന്നത് കേട്ടു, കർണാടക സർക്കാർ 10 കോടി രൂപ കൊടുത്തു. കർണാടക സർക്കാർ കൊടുത്തത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വരുന്നത്? നിങ്ങൾ നാട്ടുകാരുടെ അടുത്ത് പിരിക്കുമ്പോൾ ഞങ്ങൾ കർണാടക സർക്കാരിൻ്റെ അടുത്ത് ഇത്ര കോടി കൊടുപ്പിക്കും, ഇത്ര കോടി രൂപയുടെ ഇത് ഞങ്ങളിവിടെ വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണോ? ഇപ്പം ഞാൻ ഒറീസ സർക്കാരും ഗുജറാത്ത് സർക്കാരും അങ്ങനെ പല സർക്കാരുകളും ഇങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ നാടുകളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സഹായിക്കുന്നില്ല. ഇപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ സഹായിക്കാറില്ല. അതൊക്കെ ഇപ്പം കേരളം എവിടെ സംസ്ഥാന സർക്കാരിനെ സഹായിച്ചു കഴിഞ്ഞാൽ അത് CPM കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇത്ര പോലും ബോധമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരാളായിട്ട് വി ഡി സതീശൻ മാറരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വയനാട്ടില് ഈ പറഞ്ഞ പരിപാടിക്കകത്ത് ടി സിദ്ദിഖിനെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അർഹതപ്പെട്ട ഒരു മനുഷ്യനാണ്. നിങ്ങൾ ശരിക്കും ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കരുതായിരുന്നു. നിങ്ങൾക്ക് നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പരിപാടിയിൽ പോകരുത്. നിങ്ങൾ ഇതൊരു വലിയ പരിപാടിയാവും, ഇത് ഗ്രാൻഡ് പരിപാടിയാവും, സർക്കാരിന് നല്ല മര്യാദ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് വിളിക്കുന്നതിന് മുമ്പേ തന്നെ വി ഡി സതീശന്റെ പ്രസ്താവന, ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് സാരി, ഇവരെ ശരിക്ക് അടിച്ച് പുറത്താക്കാനുണ്ട്, ആ ഭാഗത്ത് അടുപ്പിക്കാൻ പാടില്ല. കാരണം ഇതുപോലുള്ള ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ 5 പൈസ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും വലിയ ഡയലോഗ് അടിച്ച് നടന്ന ആളുകള് അവരുടെ പരിപാടി പൊളിഞ്ഞു, ഇത് ഏകദേശം വിജയിച്ചു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ഞങ്ങളുടെ കൂടി പങ്കതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കയറി വരാൻ നാണമില്ലാത്തൊരു. ഇനി ഇതൊന്നുമല്ല രസം, ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, അതിന് മുന്നിലത്തെ ഒരു ദിവസം വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധി, അവരെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. 1 രൂപ ഈ വയനാട്ടിലെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് 1 രൂപ കൊടുക്കാത്ത പ്രിയങ്ക ഗാന്ധി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 100 കോടി രൂപയിൽ കൂടുതൽ നൽകിയിട്ടുള്ള റോബർട്ട് വദ്രയുടെ ഭാര്യ, ഈ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ കൊടുക്കരുത് എന്ന് പ്രചാരണം നടത്തിയ കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ്, അവര് ഈ പറഞ്ഞ ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മാണം പൂർത്തിയായ വീടിനകത്ത് വന്നിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു. നാണവും മാനവും ഉണ്ടെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കൂല. ഏത് പ്രിയങ്ക ഗാന്ധി ആയാലും ശരി, രാഹുൽ ഗാന്ധി ആയാലും ശരി, നിങ്ങൾ തുരങ്കം വെച്ചൊരു പദ്ധതി വിജയിക്കുമ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് പോയി നിൽക്കാൻ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആളെ കൊണ്ടും കഴിയില്ല കേട്ടോ. ഉള്ള കാര്യം തോന്നുന്നു പറയാനുള്ളൂ. നാട് മുഴുവൻ വി ഡി സതീശനൊക്കെ നുണ പറഞ്ഞ് നടക്കുന്നത് പോലല്ല കാര്യങ്ങൾ. നാട്ടുകാർക്ക് ഇപ്പം എല്ലാം ഡിജിറ്റൽ തെളിവുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ മുന്നിലുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഏത് കോൺഗ്രസ്സുകാരനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വി ഡി സതീശൻ ചിലപ്പോൾ ചോദിക്കും. വി ഡി സതീശൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തെളിവായിട്ട് കെ സുധാകരൻ്റെ ബൈറ്റുകളുണ്ട്, അങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്ന, അതായത് സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കരുത് എന്ന് അന്നത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരൻ പറയുന്ന ബൈറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വി ഡി സതീശൻ പറയുന്ന എല്ലാ കാര്യങ്ങൾ നാട്ടുകാർക്ക് വിവരവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ടി സിദ്ദിഖ് ആ പരിപാടിയുടെ ഭാഗമായിട്ട് അവിടെ വന്ന സമയത്ത് കൂവി വിളിച്ച് ഇതാക്കിയത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതുപോലുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് പോകുമ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. അതിന്റെ തലേദിവസം പോലും ആ പരിപാടിക്ക് തുരങ്കം വെക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ആ പരിപാടിയുടെ ഭാഗമായിട്ട് പോകുന്നത് എന്നുള്ളത് നാട്ടുകാർ കണ്ടതുകൊണ്ട് കൂടെയാണ് ഇങ്ങനെ കൂവി വിളിച്ചത്. അത് നിങ്ങൾ അർഹിക്കുന്നു. നിങ്ങളത് വാങ്ങി പോക്കറ്റിലിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.